ഹലോ ഗൈസ്, നമസ്കാരം. എന്താണ് വിശേഷം? ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് തേങ്ങ പൊതിക്കാനാണ്. 10 വല്ല പൊതിക്കാം. പത്തന പൊതിച്ചിട്ട് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് 10 തേങ്ങ പൊതിക്കുക. ഇതാണ് പാറ. ഈ പാറയിൽ നമ്മൾ തേങ്ങ പൊതിക്കുന്നത്. തേങ്ങാപ്പാറയാണിത്. അപ്പോൾ കുറേ എല്ലാ വീട്ടിലും തന്നെ തേങ്ങാപ്പാറയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ പാറയിലാണ് ഞാൻ തേങ്ങ പൊതിക്കുന്നത്. പിന്നെ ഈ തേങ്ങ കാണാൻ പറ്റും കുറച്ച് ഹാർഡ് വർക്കാണ് ഗൈസ്. കുറച്ച് ആരോഗ്യമൊക്കെ വേണം ഈ 10 തേങ്ങ എല്ലാം പൊതിക്കുന്നത്. ഇപ്പോൾ എനിക്കിന് തേങ്ങ പൊതിക്കുന്നത്. പിന്നെ എന്നാണ്ട് എല്ലാവർക്കും വിശേഷം. എനിക്ക് ഇപ്പോൾ വേഗം വീട്ടിൽ കൂടി പോകണം. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഒരു 10 തേങ്ങ പൊതിക്കാൻ ഓർത്ത്. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ പൊതിച്ചേനെ. തേങ്ങ പൊതിക്കുന്ന കൂടി അത്ര എളുപ്പമൊന്നുമല്ല. എന്താ പാപ്പ? ഞാനിവിടെ മോളിലെന്നാ മോളിലെ അല്ലല്ലോ തേങ്ങ പൊതിക്കുക. ഇടയ്ക്ക് പിന്നെ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ പൊതിച്ച് തീർക്കണം. തേങ്ങ പൊടിയാണ് വിഷമ. ഇത് കണ്ടോ പച്ചം ഇതമ്മോ. തേങ്ങ പൊടിക്കുന്ന അത്ര എളുപ്പമൊന്നും ഗൈസ്. അത് കണ്ടോ ഇച്ചിരി ആരോഗ്യമൊക്കെ വേണം. ഞാൻ ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ തേങ്ങ പൊതിച്ചിട്ട് ഇത് കണ്ടോ 4 പൊതിച്ച് കഴിഞ്ഞാൽ പിന്നെ 6 കൂടി പൊതിക്കുക. അപ്പോൾ ബാക്കി പിന്നെ ബാക്കി പിന്നെ നാട് പൊതിക്കുക. ഉണങ്ങിയിട്ടുണ്ടല്ലോ നോക്കണം. കുളുങ്ങുന്ന തേങ്ങയൊക്കെ പൊതിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല പൊതിച്ചെല്ലാം നല്ല ചീനതൊക്കെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. നമ്മളത് ഓർത്തിട്ട് വേറൊന്നും പൊതിക്കാതിരിക്കും. ഇതൊക്കെ ആണെങ്കിൽ തേങ്ങ പൊതിക്കുന്ന ഭയങ്കര പണിയുണ്ട് ഗൈസ്. 1-2 പൊതിക്കുന്ന നമുക്കൊന്നുമല്ല. 10 തേങ്ങ പൊതിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് 2 ദിവസം പൊതിക്കാതെ. ഇതിൻ്റെ കേടുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണ്ടെന്ന് വയ്ക്കുക. ഇങ്ങനെ ചെറുതാലും സുഖം ഉണ്ടാകും. അതുപോലെ വേണ്ട. അടുത്തത് കുളിക്ക് നോക്കി കുളുങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൂടി പൊതിക്കുക. നമുക്ക് പണിസ്ഥലത്തിൽ വീട്ടിൽ പോകാനും നേരാകാനുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത തേങ്ങ പൊതിക്കുമ്പോൾ കേട്ടോ. ബൈ ബൈ.